പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാത്മക വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാ ശുശ്രൂഷകളിൽ വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചനും സോജിയച്ഛനും സാംസണച്ചനും എല്ലാവരും കൂടി ചേർന്നുള്ള വലിയൊരു കൂട്ടായ്മ ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അഭിഷേകാഗ്നി വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം തുടങ്ങിയ ശുശ്രൂഷയാണ്. പിന്നെ പുതിയതായി ആരംഭിച്ച ശുശ്രൂഷയാണ് ഹോളി സ്പിരിറ്റ് ഈവനിങ്. അതെല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരങ്ങളിലാണ് ആ ശുശ്രൂഷ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം ശുശ്രൂഷകളെ സംബന്ധിക്കുന്നവർ കർത്താവ് കൊടുക്കുന്നുണ്ട്. മീഡിയയിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ധ്യാനങ്ങളൊക്കെ ഓടാൻ സാധിക്കാത്തവർക്ക് കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു സംഗതിയാണ് മീഡിയയിലൂടെയുള്ള വചന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് പ്രിൻസി മാത്യു. ഞാൻ മാനന്തവാടി രൂപതയിലെ കേളകം സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. ഞാൻ 2020 മെയ് മാസം അവസാനം ഇവിടെ വന്ന് 5 ദിവസത്തെ ധ്യാനം കൂടിയപ്പോൾ അന്ന് സാജുവച്ചനായിരുന്നു ധ്യാനം ലീഡ് ചെയ്തിരുന്നത്. അച്ഛൻ പറഞ്ഞു, വീടില്ലാത്തവർ വീടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് വെഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് വീട് വേണമെന്ന് ആഗ്രഹമുള്ള സ്ഥലത്ത് 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭവനം ലഭിക്കുകയും നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി ഞാനിവിടുന്ന് വെഞ്ചരിച്ച മണ്ണ് കൊണ്ടുപോവുകയും വീട് പണിയാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഇട്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു വീട് പണിയാൻ. വീട് മഴക്കാലമായാൽ നനഞ്ഞൊലിച്ച് അടുക്കളയിലൊന്നും ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ലോൺ എടുത്തെന്ന് നമുക്ക് വീട് പണി തുടങ്ങാമെന്ന് ഭർത്താവ് പറഞ്ഞു. പക്ഷേ വീടിൻ്റെ തറ കെട്ടിയാലേ ലോണിൻ്റെ ഫസ്റ്റ് ഗഡു നൽകുമെന്ന് ബാങ്കുകാർ പറഞ്ഞു. അങ്ങനെ എന്ത് വന്നാലും വേണ്ടില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും വീട് നടക്കില്ല. ഞങ്ങൾ എന്തായാലും ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ 13 മക്കളുള്ള വീട്ടിലെ ഇളയ മകനായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മച്ചി 5 വർഷം രോഗശൈലി കിടന്നാണ് മരിച്ചത്. അതിനുശേഷമാണ് എനിക്കിവിടെ ധ്യാനം കൂടാൻ വരാൻ പറ്റിയത്. അപ്പോൾ അമ്മച്ചി ഞങ്ങളോട് പറയുമായിരുന്നു, മക്കളെ നിങ്ങൾക്ക് ദൈവം വാരിക്കോരി തരുമെന്ന്. അതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാ ആഴ്ചയും അഭിഷേകാന്തി കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ എൻ്റെ കഴുത്തേ കിടക്കുന്ന താലിമാല കൊണ്ടുപോയി പണയം വെച്ച് തറകെട്ട് ആരംഭിച്ചു. അതിനുശേഷം പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം ഒരു 3-4 എപ്പിസോഡ് അഭിഷേകാഗ്നിയിലും കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ആദ്യത്തെ ഗഡു ലോണ് കിട്ടി. പിന്നെ ഓരോരോ
പണികളും ഈശോയുടെ അനുഗ്രഹത്താൽ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. പക്ഷേ പിറ്റേ ദിവസം പൈസ കൊടുക്കണം. ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ എങ്ങനെ ഞങ്ങൾ നാളെ കൊടുക്കാനുള്ളവർ പൈസ കൊടുക്കും. പക്ഷേ ആ സമയത്ത് എങ്ങനെയും ഞങ്ങൾ ഈശോ സഹായിച്ചു. അത് കഴിഞ്ഞ് വീട് പണി 1 വർഷമൊക്കെ ആയിട്ടും വാർത്തിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈശോ എനിക്ക് വിദേശത്ത് ചെറിയൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങും എല്ലാ ബുധനാഴ്ചയും മുടങ്ങാതെ കാണുമായിരുന്നു. ഓരോ ഘട്ടവും ഞങ്ങൾക്ക് ഈശോ വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളുടെ ചെറിയൊരു നില വീട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുള്ളായിരുന്നു. പക്ഷേ 2400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ വീട് ഈശോ ഞങ്ങൾക്ക് തന്നു. ഈ ഏപ്രിൽ 20-ാം തീയതി നോക്കിയ ചോർന്നൊലിക്കുന്ന ഒരു വീടിന് പകരം കർത്താവ് ഒരു 2400 സ്ക്വയർ ഫീറ്റ്. എന്താ വിൻസെന്റ് കാണുന്നത്? ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടി. ഒരു രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിൽ കെട്ടുത്താലി കൊണ്ടുപോയി പണയം വെച്ചാണ് തറ കെട്ടി തുടങ്ങിയത്. എവിടെന്ന് എങ്ങനെ ചെയ്യുന്നൊരു രൂപമില്ല. പക്ഷേ ദൈവത്തിൽ ഹോളി സ്പിരിറ്റ് ഈവനിങ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ആദ്യം അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ. അപ്പോൾ ആ ശുശ്രൂഷ എന്ത് ചെയ്തു? അതിനകത്ത് നിയോഗം വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 1 വർഷമായിട്ടും വീട് പണി വാർത്തിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു പണി ചെയ്യാൻ. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് തുടങ്ങിയപ്പോൾ 100ാമത്തെ എപ്പിസോഡ് തൊട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്താ വിൻസെന്റ്? 100ാമത്തെ എപ്പിസോഡിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഈ വരും ദിവസങ്ങളിൽ ഇപ്പൊ ലീവിന് പോണതിന് മുന്നേ വീട് പണി കഴിഞ്ഞ് കൂദാശകർമ്മം ചെയ്യുന്നതിന് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ 20-ാം തീയതി കൂദാശയാണ്, വീടുമാറ്റാണ്, വീട് വെഞ്ചിരിപ്പാണ്. 100ാമത്തെ എപ്പിസോഡിൽ എന്താ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്? ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ 100ാമത്തെ എപ്പിസോഡ് ഉണ്ട്. അതിൽ അച്ചട്ടായിട്ട് അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഈ മാസം ഞാൻ വിദേശത്ത് നിന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെ വീട് വെഞ്ചരിച്ച് കയറിക്കൂടി 10 ദിവസമല്ലേ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ മാസം 31-ാം തീയതി വരികയും ഈ മാസം 20-ാം തീയതി ഞങ്ങളുടെ വീട് വെഞ്ചരിക്കാൻ. അതായത് നീ വന്നത് മാർച്ച് 31-ന് വന്നു. ഈ ഏപ്രിൽ ഒരു മാസം ഇവിടെ ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ നീ ഈ വീട് വെഞ്ചരിച്ച് 10 ദിവസം താമസിച്ചിട്ട് പോകുള്ളൂ. അങ്ങനെയാണ് കർത്താവ്. അതുപോലെ തന്നെ അത് 100ാമത്തെ എപ്പിസോഡ് നീ പ്രാർത്ഥിച്ചോ? 100ാമത്തെ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ മുടങ്ങാതെ എല്ലാ ബുധനാഴ്ചയും കൂടി അതിൽ ഓരോ ദിവസവും ഞാൻ ഓരോ പഴയ എപ്പിസോഡ് എടുത്ത് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അഭിഷേകാഗ്നി ഒരു 2-3 എപ്പിസോഡൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോണിൽ വെച്ച് കേട്ടോണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ എപ്പിസോഡിൽ 100ാമത്തെ എപ്പിസോഡിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഞാൻ മാർച്ച് 31-ന് 2024 മാർച്ച് 31-ന് ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. എനിക്ക് വീട് വെഞ്ചരിച്ച് 10 ദിവസം അതിന് താമസിച്ചിട്ട് പോരണം. അങ്ങനെ ദൈവം അനുവദിച്ചാൽ ഞാൻ അട്ടപ്പാടി പോയി സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ 20-ാം തീയതി വെഞ്ചരിക്കാൻ പോവാ. നീ ആ 10 ദിവസം താമസിച്ചിട്ട് സന്തോഷമായിട്ട് നീ ജോലിക്ക് പോണോട്ടോ. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ നമുക്ക് ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിൽ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത കടന്നു പോയിട്ടുണ്ടാവും. വീടില്ലാത്തവർ മാത്രമല്ല, ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുന്നവർ, ജീവിതത്തിൽ ഇനി അപരിഹാര്യമായ പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷമങ്ങൾ കടന്നു പോകുന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നും എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ജീവിതം അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു, ഇനി രക്ഷയില്ല, ഇനി നടക്കാൻ പോകുന്നില്ല, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ തീർന്നു, അങ്ങനെ ചിന്തിച്ച് നശിക്കേണ്ട ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ വചനം എന്താ പഠിപ്പിക്കുന്നത്? കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. പുരാതനമായ തകർന്നു പോയ പുരാതന നാശാവശിഷ്ടങ്ങൾ എല്ലാം പണിത് ഉയർത്തുന്നവനാണ് അവിടുന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരിക്കലും ഉയരില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം ഉയർത്തും. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് തുടങ്ങുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പായിട്ടും വിശ്വസിക്കുക. ഈ രാത്രി, ഈ സമയം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ സമയം കർത്താവ് മാറ്റും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നല്ല സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവായ ദൈവമേ,
യേശയ്യ പ്രവചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്ത വചനങ്ങൾ കർത്താവേ ഇപ്പോൾ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈ സമൂഹത്തിന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി കൈയടിച്ച് അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. കൈ ഉയർത്തി ആയിത്തീരും, തേനരുവി പോലായിത്തീരും. ആയിത്തീരും, തേനരുവി പോലായിത്തീരും. നന്നായി കൈകൾ അടിച്ച് ഓ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, നിന്നെ നിരന്തരം പരിപാലിക്കും, നിന്നെ കൈപിടിച്ച് നടത്തും. മാത്രമല്ല നിന്നിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ വിശ്വാസത്തിലൂടെ, നിന്റെ ദൈവാശ്രയത്വത്തിലൂടെ പകർന്നത് മുഴുവൻ പണിതുയർത്തും. വീണ്ടും അവിടുന്ന് നട്ടുപിടിപ്പിക്കും, അവിടുന്ന് വീണ്ടും നിന്നെ അനുഗ്രഹിക്കും, അവിടുന്ന് നിന്നെ വളർത്തും. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കും അവൻ. പുതുതായി പണിയും നിൻവിരലുകളാൽ അനവധി തലമുറകൾ. നിന്റെ പുരാതന നഷ്ടങ്ങളെല്ലാം പുനരുദ്ധരിക്കും അവൻ. പുതുതായി പണിയും നിൻവിരലുകളാൽ അനവധി തലമുറകൾ. നീയൊരു പുലരി വെളിച്ചം പോലെ ഒട്ടി വിരിഞ്ഞുയരും. നീയൊരു പുലരി വെളിച്ചം പോലെ ഒട്ടി വിരിഞ്ഞുയരും. കൈകൾ ഉയർത്തി കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും നന്നായി കൈ ഉയർത്തി കൈയടിച്ച് നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവേ, ഞങ്ങളിത് വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളിത് വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളിത് ഏറ്റെടുക്കുന്ന കർത്താവേ. കർത്താവേ, നമ്മൾ വലിയ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, സഹിയ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, പ്രീത്യസോൺ ഡിവൈൻ മെസ്സേജിന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തിന്റെ സിസ്റ്റേഴ്സിന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു, ദേവസ്വം മെമ്പേഴ്സിന്റെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകാന്തിക്ക് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന, ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഉപവാസങ്ങളെ പ്രാർത്ഥന അനുസ്മരിക്കണം കർത്താവേ. ദൈവമേ, കർത്താവേ, കണ്ണുനീരോടെ ദൈവമേ, തകർന്ന പോയപ്പോ പണ്ട് ഉയർത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളിലേക്ക് അവിടെ നമ്മൾ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല. അത്ഭുതകരമായ ഇടപെടലുണ്ടാകട്ടെ, അത്ഭുതകര അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, കർത്താവേ, തളർന്നു കിടക്കുന്ന രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. വർഷങ്ങളായി വീട് പണി തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ നീങ്ങി പോകട്ടെ. ഹല 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 ഹല. കർത്താവേ, മനസ്സിൽ ഒരുപാട് വേദനയോടെ, മനസ്സിൽ ഒരുപാട് ഭാരത്തോടെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉണർവ് പ്രാപിക്കട്ടെ. ആരാധന 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 ആരാധന. എനിക്ക് ആരുമില്ലെന്ന് സങ്കടപ്പെടുന്ന കരയുന്നവന്റെ വലതുഭാഗത്ത് ഈശോ ദൂതന്മാരായി പിടിപ്പിക്കുന്നു. ആരാധന ആരാധന ഹല ഹല ഹല. യേശു ആരാധന ആരാധന. ശക്തി പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ, വിശ്വാസം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, ആ ദൈവാശ്രയം നിറയട്ടെ.
ഉണ്ടാകട്ടെ, ദൈവ ശരണം ഉണ്ടാകട്ടെ. കർത്താവ് ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവസരം കളയരുത്, അവസരം കൊടുക്കരുത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. വചനം കേട്ട് കഴിയുമ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അവസരങ്ങൾ തരുന്ന ദൈവമാണ്. എന്നാൽ നമ്മൾ ഈ അവസരം കളഞ്ഞു കുളിക്കരുത്. ഈ അവസരം നശിപ്പിക്കാൻ വരുന്ന പിശാചിൻ്റെ കെണികളിൽ വീഴരുത്. പിശാചിന് നമ്മൾ അവസരം കൊടുക്കുകയും ചെയ്യരുത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 24-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 17:24, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും, ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കും. ഓരോ ദൈവപൈതലിന്റെ ജീവിതത്തിലും അവൻ ഉയർന്നു വരാൻ, അവൻ വളർന്നു വരാൻ പ്രോത്സാഹനം നൽകുന്നവനാണ് കർത്താവ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു കാലത്ത് ഒരുപാട് കഠിനമായ പാപത്തിൻ്റെ അവസ്ഥകളിലൂടെ പോയൊരു ദൈവപൈതലാണെങ്കിലും ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് അവന് തിരിച്ചു വരുന്ന തക്കവിധം അനേക അവസരങ്ങൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കും. ഇതുപോലെ കരുണ കാണിക്കുന്ന, ഇതുപോലെ അവസരങ്ങൾ തരുന്ന വേറെ ഒരാൾ, വേറെ ഒന്നില്ല ലോകത്തിൽ. നമ്മളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു പ്രാവശ്യം അവസരം കൊടുത്തു, 2 പ്രാവശ്യം അവസരം കൊടുത്തു, 3 പ്രാവശ്യം മനഃപൂർവ്വം ഇതൊക്കെ തട്ടിക്കളഞ്ഞാൽ പിന്നെ നമ്മളത് കൊടുക്കാൻ നിൽക്കുകയില്ല. എന്നാൽ ദൈവം അങ്ങനെ അല്ല. ദൈവം ഒരുപാട് അവസരങ്ങൾ തരുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 10-ാം തിരുവചനം, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 12:10, അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദപിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുങ്ങൾ തിന്മ മാത്രമേ ചെയ്യുമെന്നറിയാം, എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. എത്ര അവസരം കൊടുത്താൽ ഇവർ ശരിയാകുന്ന ലക്ഷണമൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിലും വീണ്ടും കർത്താവ് പല വിധത്തിൽ ചിലപ്പോൾ ശിക്ഷണത്തിലൂടെ കടത്തിവിട്ട് പടിപടിയായി അനുദപിക്കാനും തിരിച്ചു വരാനും ദൈവം അവസരങ്ങൾ നൽകും. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ചില മനുഷ്യർ പറയാറുണ്ട്, എനിക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടിയില്ല, ഒരു ചാൻസ് കിട്ടിയില്ല, എൻ്റെ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ലോകത്തിൽ പലവിധ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിൻ്റെ, അതെടുത്തു മാറ്റപ്പെട്ടതിൻ്റെ, തടയപ്പെട്ടതിൻ്റെ വേദനയുള്ള ദൈവവൈതലാണ് നീയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ വിഷമിക്കരുത്. ദൈവം നിനക്ക് അവസരം തരും. ദൈവം നിനക്ക് അവസരം തരും. മനുഷ്യൻ എത്ര തടയാൻ നോക്കിയാലും ദൈവം അവസരം തന്ന് ഉയർത്തും. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ചിന്തിച്ച് നോക്കിയേ, ദൈവമായിരിക്കും നമുക്ക് പല അവസരങ്ങളും തരുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ആ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കുന്നത് വലിയ അപകടകരമാണ്. ഇത് ഞാൻ പറയുന്നത് ഒരു ഭൗതിക മണ്ഡലത്തിൻ്റെ അർത്ഥത്തിൽ മാത്രമല്ല, ഒരു ഭൗതിക ഉയർച്ചയുടെ അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അനുദപിക്കാനും പശ്ചാത്തപിക്കാനും പാപം ഉപേക്ഷിക്കാനും മടങ്ങി വരാനും തിരിച്ചു വരാനും മാനസാന്തരപ്പെടാനും കൃപയുടെ ജീവിതം നയിക്കാനും തിരുസഭാത്മക ജീവിതം നയിക്കാനും കൗദാശിക ജീവിതം നയിക്കാനും ദൈവം നൽകുന്ന അവസരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, അത് തള്ളിക്കളയരുത്. അതാ പറഞ്ഞ അവസരം കളയരുത്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 17-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 12:17, പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ
അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുതപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയ ഒരാളാണ് ഏസാവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏസാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അവൻ തിരസ്കരിക്കപ്പെടും നിങ്ങൾക്കറിയാമല്ലോ. പിന്നീട് കണ്ണുനീരോടെ അവനൊന്ന് അനുദപിക്കാൻ, ഒന്ന് തിരിച്ചു വരാൻ, ഒന്ന് മടങ്ങി വരാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അവൻ ഒരിക്കലും ഒരു അവസരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടങ്ങി വരാനും തിരിച്ചു വരാനും മാനസാന്തരപ്പെടാനും ഒക്കെ ദൈവം നൽകുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നാൽ പിന്നീട് അങ്ങനത്തെ ഒരു അവസരം കിട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് ഒരു അവസരം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അങ്ങനെയുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരു ചേട്ടൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തോട് ഇടവകയിലെ വികാരിച്ചന്മാർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു ധ്യാനം കൂടണം, പ്രാർത്ഥിക്കണം, അതായത് ഒരു ധ്യാനമൊക്കെ കൂടുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള ഇടവക വികാരിച്ചന്മാർ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരുപാട് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ നിർബന്ധിക്കുമായിരുന്നു. കാരണം അതുപോലത്തെ ഒരു ജീവിതമാണ്. ഞാൻ ഓർക്കുന്നത്, ധ്യാന കേന്ദ്രത്തിലുള്ള ഒരു അച്ഛൻ തന്നെ അദ്ദേഹത്തെ പല പ്രാവശ്യം ധ്യാനത്തിനൊക്കെ വിളിച്ച് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ, അത് ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ വിളിച്ചാലും ഇടവകയിലെ ആൾക്കാർ വിളിച്ചാലും അതേപോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യർ, അദ്ദേഹത്തിൻ്റെ തന്നെ സുഹൃത്തുക്കൾ പറയായിരുന്നു, ചേട്ടാ ഈ പോക്ക് പോയാൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് അവസാനം, ഇതൊക്കെ നിർത്തണ്ടേ, ഒരു ധ്യാനമൊക്കെ കൂടാനേ, എന്തൊക്കെ പറഞ്ഞു നല്ല മനുഷ്യരൊക്കെ പറയാം. അതിനെല്ലാത്തിനും ഒരു കോമൺ മറുപടി ഉണ്ട് അദ്ദേഹത്തിന്. മറുപടി ഇതാണ്, ഒരു സമയമുണ്ട്, ഒരു സമയം വരും, അന്ന് നമുക്കൊരു ധ്യാനമൊക്കെ കൂടാം, ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഒരു സമയം വരും, അന്നൊരു ധ്യാനം കൂടാം, അന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഞാൻ ഓർക്കാണ്, അതായത് കഴുത്തിന് താഴോട്ട് ഒന്നും ചലിക്കാത്ത വിധത്തിൽ കംപ്ലീറ്റ് ആ മനുഷ്യൻ തകർന്നു പോയത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ വളരെ വേദനയോടെയാണ് പലപ്പോഴും ഓർക്കുന്നത്. ഞാൻ ഓർക്കണം, ആ സ്റ്റേജിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് വേറൊന്ന്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ഒന്ന് കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോൾ ദേവാലയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവസരം കൊടുത്തു കഴിഞ്ഞു, ദൈവം വാതിൽ അടച്ചു കഴിഞ്ഞു. അതാണ് ഏസാവിനെ കുറിച്ച് പറയുന്നത്. പിന്നീടൊന്ന് അനുദപിക്കാനും മടങ്ങി വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അവന് പിന്നീട് അവസരം കിട്ടിയില്ല. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവസരം, സമയം, സാഹചര്യം ഒരുക്കി തരുമ്പോൾ അതൊന്നും പ്രയോജനപ്പെടാതിരുന്നിട്ട് പിന്നീട് ഒരു അവസരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും വാതിൽ തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്, അവസരം കളയരുത്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് തലക്കെട്ടിനോട് ചേർത്ത് ഒരു അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നശിപ്പിക്കാനും ഈ അവസരങ്ങൾ തട്ടിയെടുക്കാനും നീ അവസരം പ്രയോജനപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ട് അവസരം നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. അതാണ് പിശാച്. എഫേസ്യസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 27-ാം തിരുവചനം, എഫേഷ്യൻസ് ചാപ്റ്റർ 4:27 അതിനെ വെളിപ്പെടുത്തുകയാണ്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്, പിശാചിന് അവസരം കൊടുക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസരം കൊടുത്താലുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? അവൻ അതിനകത്ത് കയറും. ഈ അവസരങ്ങളെല്ലാം, നിനക്കിട്ടിരിക്കുന്ന അവസരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് ഏതെങ്കിലും വഴിക്ക് അവസരം കണ്ടെത്താൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്, പിശാചിന് അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് തിരക്ക് പിടിച്ച ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടി ഒരു ക്യൂലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് തിരക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുകയല്ല, അല്ലേ? ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൈകോർത്ത് പിടിക്കുന്ന സമയത്ത് കയറാൻ നോക്കിയാൽ മതി, നീ കയറുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന പോലെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് നൽകുന്ന അവസരങ്ങൾ നശിപ്പിക്കാൻ വരുന്ന പിശാചെന്ന് കയറുന്ന കാട്ടുന്ന പിശാചിന് അവസരങ്ങൾ തട്ടിക്കളയണം.
അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ചെറിയൊരു സമയത്താണ് ഈ ശുശ്രൂഷയെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ കളയരുത്, അത് പ്രയോജനപ്പെടുത്തണം. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നീ ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് നിന്നെ ഉയർത്തും. രണ്ടാമത്തേത്, ആ അവസരങ്ങൾ എങ്ങനെയെങ്കിലും ഇപ്പൊ പ്രയോജനപ്പെടുത്തണ്ട എന്ന് നിനക്ക് ചിന്ത കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന പിശാചിന് ചിന്തയ്ക്ക് നീ അവസരം കൊടുക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ പശ്ചാത്താപത്തോടെ ആയിരിക്കാം. ഹോസിയ പ്രവചനത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം ദൈവം വിളിച്ച് പറയുകയാണ്, ദൈവസഹായത്തോടെ തിരിച്ചു വരിക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങാനുള്ള ജീവിതമാണല്ലോ നമ്മുടെ ജീവിതം. യാക്കോബസ് ലേഖനത്തിൽ വചനം വെളിപ്പെടുത്തുന്നു, നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവം മടങ്ങി വരാനും തിരിച്ചു വരാനും എത്രയോ അവസരങ്ങൾ നൽകി. അവസരം പ്രയോജനപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, അവിടുന്ന് ഇനി അവസരം ഞങ്ങൾക്ക് തരണമേ, ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഉള്ളൊരുകെ പ്രാർത്ഥിക്കുന്നു. മകനേ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? മകളെ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകയായി നീ പോയതെവിടെ? തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നു ഞാൻ നിൻ സ്നേഹപിതാവു ഞാൻ. മകനേ, മറന്നകന്നോ നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പകലേക്ക് ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് വിശുദ്ധർമാൻ ആശീർവാദം നൽകപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മടങ്ങി വരുന്നവർക്ക് ദൈവം നൽകുന്ന കൃപകൾ ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ്. അതുപോലെ കൃപകൾ, അതുപോലെ അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിക്കും. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ.